ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ശാലോം പ്രേക്ഷകരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 42-ാം സങ്കീർത്തനം 1-2 വചനം. ആ തിരുവചനം നമുക്കൊന്ന് കേൾക്കാം ശ്രദ്ധയോടെ. സങ്കീർത്തനം 42-ൽ 1-2 വചനങ്ങൾ. നീർച്ചാൽ തേടുന്ന മാൻപേടെ പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക? ദാവീദ് സങ്കീർത്തകൻ ദൈവത്തെ തേടുന്നു, ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു, ദൈവത്തെ കാണാൻ കൊതിക്കുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി ദൈവവുമായിട്ട് ഒന്നായി തീരാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ എല്ലാം ഒരു പ്രതിനിധിയാണ്, അനേകം മക്കളുടെ പ്രതിനിധിയാണ് ദാവീദ് സങ്കീർത്തകൻ. ബ്ലെയ്സ് പാസ്കൽ എന്നൊരു തത്വചിന്തകൻ, അദ്ദേഹം ഫ്രഞ്ച് തത്വചിന്തകനാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ബ്ലെയ്സ് പാസ്കൽ. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ മനുഷ്യരിലും ഒരു ദാഹമുണ്ട്. എല്ലാ മനുഷ്യരിലും, പ്രായഭേദവ്യത്യാസം ഒന്നുമില്ല. പ്രായമായവരിലും ചെറുപ്പക്കാരിലും സ്ത്രീകളിലും പുരുഷന്മാരിലും എല്ലാവരിലും, എല്ലാ മനുഷ്യരിലും, ഇത് ചിലരിൽ മാത്രമുള്ള ദാഹമല്ല, എല്ലാവരിലും ഒരു ദാഹമുണ്ട്. അത് ചില കാലത്ത് മാത്രമുള്ള ദാഹമല്ല, വേനൽക്കാലത്ത് മാത്രമുള്ളതും മഴക്കാലത്തും മഞ്ഞുകാലത്തും ഇല്ലാതാകുന്നതല്ല ഈ ദാഹം. എല്ലാ മനുഷ്യർക്കും എല്ലാ കാലത്തും ഉള്ളതാണ് ഈ ദാഹം. ഇതെന്തിനു വേണ്ടിയിട്ടുള്ള ദാഹമാണെന്ന് മനുഷ്യൻ തിരിച്ചറിയാതെ പോകുന്നു. ദാവീദ് സങ്കീർത്തകൻ പറയുന്നുണ്ട്, എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ദാഹം ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ദാഹമാണിത്. ദൈവം നമുക്കൊരു ഹൃദയം തന്നിട്ടുണ്ടെങ്കിൽ ആ ഹൃദയം ദൈവത്തെ തേടുന്നുണ്ട്, ദൈവത്തിനായി ദാഹിക്കുന്നുണ്ട്, ദൈവത്തെ കാണാൻ കൊതിക്കുന്നുണ്ട്, ദൈവസന്നിധിയിലെത്തി ദൈവമായി ഒന്നായി തീരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ദാഹം, ഇത് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമാണെന്ന് അനേകർ തിരിച്ചറിയാതെ പോകുന്നു. ഈ ദാഹം ശമിപ്പിക്കാൻ മനുഷ്യൻ്റെതായിട്ടുള്ള ചില മാർഗങ്ങളെല്ലാം സ്വീകരിക്കുന്നുണ്ട്. പലതിൻ്റെയും പിന്നാലെ മനുഷ്യൻ പരക്കം പായുന്നുണ്ട്. ചിലർ കരുതുന്നുണ്ട് തെറ്റായ സന്തോഷങ്ങളിൽ മുഴുകിയാൽ ഈ ദാഹം ശമിക്കുമെന്ന്. ചിലർ പണത്തിൻ്റെ പിന്നാലെ പോകുന്നു, ജഡിക സന്തോഷങ്ങളുടെ പിന്നാലെ പോകുന്നു, ലഹരി സന്തോഷങ്ങളുടെ പിന്നാലെ പോകുന്നു, സമ്പത്തിൻ്റെ പിന്നാലെ പോകുന്നു, പേരിനും പ്രശസ്തിക്ക് വേണ്ടി ചിലർ ജീവിക്കുന്നു. സ്നേഹമുള്ളവരെ, ലോകത്തിലുള്ള ഒന്നിനും മനുഷ്യൻ്റെ ഹൃദയം കൊതിക്കുന്ന ആ ദാഹം ശമിപ്പിക്കാൻ സാധിക്കില്ല. ദൈവം ഒരു ഹൃദയം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് മാത്രമേ ഈ ദാഹം ശമിപ്പിക്കാൻ കഴിയുള്ളൂ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം, അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ഒന്ന്, ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. രണ്ടാമത്, ജലം ശേഖരിക്കാൻ കഴിയാത്ത പൊട്ടക്കിണറുകൾ അവർ കുഴിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിയാത്ത പൊട്ടക്കിണറുകൾ അവർ സൂക്ഷിച്ചു. എൻ്റെ ജനം 2 തിന്മകൾ ചെയ്തു. ജീവജലം പരിശുദ്ധാത്മാവാണ്, ജീവജലത്തിൻ്റെ ഉറവ ദൈവമാണ്. അവർ ദൈവത്തെ ഉപേക്ഷിച്ചു. എന്നിട്ട് ജലം സൂക്ഷിക്കാൻ കഴിയാത്ത പൊട്ടക്കിണറുകൾ. ഇതാണ് ഈ പൊട്ടക്കിണറുകൾ. ഏതാണ് ഈ പൊട്ടക്കിണറുകൾ? ജഡിക സന്തോഷങ്ങൾ, ലഹരി വസ്തുക്കൾ, പേര്, പ്രശസ്തി, സമ്പത്ത്, ജോലി. ഇതിനൊന്നും മനുഷ്യൻ ആഗ്രഹിക്കുന്ന ആ സ്നേഹമോ സമാധാനമോ സന്തോഷമോ ഒന്നും തരാനായിട്ട് സാധിക്കില്ല. ദൈവത്തിന് മാത്രം നികത്താൻ കഴിയുന്ന ഒരു ദാഹം അതെല്ലാ മനുഷ്യർക്കും അത് അനുഭവപ്പെടുന്നുണ്ട്. അതാണ് സങ്കീർത്തകൻ പറയുന്നത്, എൻ്റെ ഹൃദയം ദൈവത്തിനായിട്ട് ദാഹിക്കുന്നുവെന്ന്. സ്നേഹമുള്ളവരെ, ഈ ദാഹം ശമിപ്പിക്കാനായിട്ട് ദൈവത്തിന് മാത്രം. അതുകൊണ്ടാണല്ലോ ഈശോ പറയുന്നുണ്ടല്ലോ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 35-ാമത്തെ വചനത്തിൽ,
എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. ഈ ദാഹം ശമിപ്പിക്കാൻ ഈശോയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. ഈശോ പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ലെന്ന്. ഈശോയുടെ അടുക്കലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ ഈശോ വ്യക്തിയെ വിശുദ്ധീകരിക്കുന്നു. വിശുദ്ധീകരിച്ചിട്ട് ആ വ്യക്തിക്ക് പരിശുദ്ധാത്മാവിന് നൽകുന്നു. അതുവഴിയായിട്ട്, ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന വഴിയായിട്ട് ആ വ്യക്തിയുടെ ഹൃദയദാഹം എന്നേക്കുമായിട്ട് ശമിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈശോയ്ക്ക് മാത്രം നികത്താൻ കഴിയുന്ന ഒരു ദാഹം. ഈശോയാണ് രക്ഷകൻ. എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലും ഒരു ദാഹമുണ്ട്. ഈ സത്യം നമ്മൾ തിരിച്ചറിയാം. നമ്മൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു സ്ത്രീയെ പരിചയപ്പെടുന്നുണ്ട്. സമരിയക്കാരി സ്ത്രീ. 6 പുരുഷന്മാരോടൊപ്പം ജീവിച്ച ഒരു സഹോദരിയാണ്. 6 പുരുഷന്മാരോടൊപ്പം ജീവിച്ച ഒരു സഹോദരി. പുരുഷന്മാരെ ഒന്നിനൊന്നായിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. ഒന്നിനു പിറകെ ഒന്നായിട്ട് പിറകെ പോകുമ്പോൾ ആ മകൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, യഥാർത്ഥ സ്നേഹവും സന്തോഷവും എനിക്ക് ഈ വ്യക്തിയിൽ നിന്ന് കിട്ടുമെന്ന്. പക്ഷേ ആ മകളുടെ ഹൃദയം കൊതിച്ച സ്നേഹവും സന്തോഷവും ഒരാൾക്ക് നൽകാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ വെച്ചിട്ട് സമരിയക്കാരി ഈശോയെ കണ്ടുമുട്ടുന്നുണ്ട്. അവരുടെ സംഭാഷണം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ളൊരു ദാഹം ആ മകളിൽ ജനിപ്പിക്കുന്നുണ്ട്. ഈശോ സമരിയക്കാരോട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും നിന്നോട് കുടിക്കാൻ തരിക എന്ന് ആവശ്യപ്പെടുന്ന ആരാന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം നൽകുകയും ചെയ്യുമായിരുന്നു. ജീവജലം പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ ദാനമാണ് പരിശുദ്ധാത്മാവ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇതാ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സമരിയക്കാരിയെ ഒരുക്കുകയാണ്. അപ്പോൾ ആ മകൾ ഈശോയോട് പറയുന്നുണ്ട്, എനിക്ക് ആ ജലം തരിക. ഈശോ പറഞ്ഞ ആ മകളോട്, നീ കുടിക്കുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് വീണ്ടും ദാഹിക്കും. ഇപ്പോൾ നീ കുടിക്കുന്നത് ലോകത്തിൻ്റെ സുഖഭോഗങ്ങളാകുന്ന പച്ചവെള്ളം, പാപജലമാണ് നീ കുടിക്കുന്നത്. ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് വീണ്ടും ദാഹിക്കും. വീണ്ടും വീണ്ടും നീ പുരുഷന്മാരെ തേടി പോകും. അവർക്കാർക്കും നീ ആഗ്രഹിക്കുന്ന ആ സ്നേഹമോ സന്തോഷമോ തരാൻ സാധിക്കില്ല. നീ എന്നോട് ചോദിക്ക്, ദൈവത്തിൻ്റെ ദാനം എന്തെന്ന് നീ മനസ്സിലാക്ക്. നീ എന്നോട് ചോദിക്ക്, ഞാൻ നിനക്ക് ജീവജലം തരാം. ഈ ജീവജലം കുടിച്ചാൽ നിനക്ക് പിന്നീട് ഒരിക്കലും ദാഹിക്കില്ല. നീ പിന്നീട് ഒരിക്കലും വെള്ളം കോരാൻ ഇവിടെ വരേണ്ട ആവശ്യമില്ല. പ്രിയമുള്ളവരെ, ആ ജീവജലം അത് നിത്യജീവനിലേക്ക് നിർഗളിക്കുന്നതാണെന്ന് സത്യം തിരിച്ചറിയണം. മാർച്ച് 20 കത്തോലിക്ക തിരുസഭ അനുസ്മരിക്കുന്ന 3 വിശുദ്ധരുണ്ട്. മാർച്ച് 20 ആ 3 പേര് ഫോർട്ടീന, ജോസഫ്, വിക്ടർ. ഫോർട്ടീനയുടെ മക്കളാണ് ജോസഫും വിക്ടറും. ഫോർട്ടീന ആരാണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന സമരിയക്കാരി. ഈശോയിൽ നിന്ന് ആ ജീവജലം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അവൾ പിന്നീട് ദാമ്പത്യ വിശ്വസ്തത പുലർത്തി ജീവിച്ചു എന്ന് പാരമ്പര്യം പറയുന്നു. അവൾ കുടുംബത്തോട് വിശ്വസ്തത പുലർത്തി, ദൈവത്തോട് വിശ്വസ്തത പുലർത്തി. അവൾ ഈശോയുടെ സ്നേഹം കൊണ്ട് നിറഞ്ഞു. സ്നേഹം കൊണ്ട് നിറഞ്ഞപ്പോൾ രക്തസാക്ഷിത്വം പോലും വഹിക്കാൻ അവൾ തയ്യാറായി. അങ്ങനെ അവൾ മക്കളെയും ഈശോയിലേക്ക് അടുപ്പിച്ചു. വിശുദ്ധിയിൽ അവൾ വളർത്തി. ഇത് 3 പേര് കത്തോലിക്ക തിരുസഭ അനുസ്മരിക്കുന്ന ദിവസമാണ് മാർച്ച് 20. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരു കാലത്ത് തെറ്റിൻ്റെ വഴികളിലൂടെ ലോകത്തിൻ്റെ സന്തോഷങ്ങളുടെ പിന്നാലെ എല്ലാം പോയിരുന്ന സമരിയക്കാരി ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ, ഈശോയിൽ നിന്ന് ജീവജലം കുടിച്ചപ്പോൾ, പരിശുദ്ധാത്മാവിനാണ് മകൾ പൂരിതയായപ്പോൾ ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചു. നീറോ ചക്രവർത്തിയുടെ കാലത്താണ് ആ സഹോദരി രക്തസാക്ഷിത്വം വഹിച്ച് വിശുദ്ധയായത്. സ്നേഹമുള്ളവരെ, അതുപോലെ നമ്മൾ പരിചയപ്പെടുന്ന മറ്റൊരു വ്യക്തിയാണ് അഗസ്റ്റിനോസ് പുണ്യവാൻ. ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ മോശമായ വഴികളിലൂടെ ഒത്തിരി ദൂരം യാത്ര ചെയ്ത വ്യക്തി, പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ കഴിഞ്ഞ വ്യക്തി, പാപത്തിൻ്റെ മട്ടുപോലും നക്കിക്കുടിച്ച വ്യക്തി. ആ വ്യക്തി ഈശോയെ കണ്ടുമുട്ടി. ഈശോ ആ മകനെ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനെ നൽകി. പരിശുദ്ധാത്മാവിലൂടെ ചൊരിയപ്പെടുന്ന സ്നേഹം കൊണ്ട് ആ ഹൃദയം നിറഞ്ഞു. ദൈവിക ജീവനം കൊണ്ട് നിറഞ്ഞപ്പോൾ ആ വ്യക്തി പറയുന്നൊരു വാക്യമുണ്ട്,
ഓ നിത്യ നൂതന സന്തോഷമേ, നിന്നെ കണ്ടെത്താൻ ഞാൻ എത്ര വൈകിപ്പോയി. നിന്നെ കണ്ടെത്തുന്നവരെ ഞാൻ യഥാർത്ഥ സമാധാനം അറിഞ്ഞിട്ടില്ല. നിന്നെ കണ്ടെത്തുന്നവരെ യഥാർത്ഥ സമാധാന സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ലോകം തരുന്ന സന്തോഷങ്ങളെല്ലാം നൈമിഷികമാണ്, താൽക്കാലികമാണ്. നിലനിൽക്കുന്ന സന്തോഷവും സമാധാനവും തരാനായിട്ട്, ജീവിതത്തിൽ ഒരു സംതൃപ്തി തരാനായിട്ട് ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ. ഇന്ന് ചുറ്റുപാടിലേക്കെല്ലാം നോക്കുമ്പോൾ ഒത്തിരി ജീവിത സൗകര്യങ്ങളുള്ളവരെയൊക്കെ നമ്മൾ കാണാറുണ്ട്. എല്ലാ ജീവിത സൗകര്യങ്ങളുടെ മധ്യത്തിൽ, എല്ലാ സുഖ സൗകര്യങ്ങളുടെയും മധ്യത്തിൽ, സമൃദ്ധിയുടെ നടുവിലും അസ്വസ്ഥരായി കഴിയുന്ന അനേകം പേരെ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ഉള്ളിലുള്ള ആ ദാഹം ഇപ്പോഴും ശമിച്ചിട്ടില്ല. അവരുടെ ഉള്ളിൽ രൂപം കൊണ്ടിട്ടുള്ള ആ ശൂന്യത, വിരസത, ഏകാന്തത, ജീവിതത്തിനൊരർത്ഥമില്ലായ്മ, അത് ഈശോയെ കണ്ടുമുട്ടി ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പരിശുദ്ധാത്മാവിലൂടെ ചൊരിയപ്പെടുന്ന സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ മാത്രമേ ആ ശൂന്യത നികത്തപ്പെടുന്നുള്ളൂ. എല്ലാ മനുഷ്യരിലും ഒരു ദാഹം, ഒരു ശൂന്യത, ഒരു വിരസത, ഒരു ഏകാന്തത അനുഭവപ്പെടുന്നുണ്ട്. നിന്നെ കണ്ടെത്താൻ ഞാൻ എത്ര വൈകിപ്പോയി. അഗസ്തീനോസ് പുണ്യാരൻ പറയുന്നുണ്ട്, ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ മാത്രം ഞാൻ സംതൃപ്തി കണ്ടെത്തും. ലോകത്തിലുള്ള ഒന്നിനും സംതൃപ്തി തരാനായിട്ട് സാധിക്കില്ല. അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്. ദൈവം നമുക്കൊരു ഹൃദയം തന്നിട്ടുണ്ടെങ്കിൽ ഈ ഹൃദയം നിറയ്ക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. സക്യോസ് ഈശോയെ കണ്ടുമുട്ടി. സക്യോസിൽ വലിയൊരു ദാഹമുണ്ടായിരുന്നു. ആ ദാഹം ശമിപ്പിക്കാൻ സ്വീകരിച്ച മാർഗം എന്താണ്? ടാക്സ് കളക്ടറായിരുന്നു, നികുതി പിരിക്കുന്ന വ്യക്തിയായിരുന്നു. സർക്കാർ അനുവദിച്ചേക്കാൾ കൂടുതൽ നികുതി പിരിച്ചിരുന്നു. അധികമായി കിട്ടുന്നതെല്ലാം പോക്കറ്റിലേക്ക് പോയിരുന്നു. തൻ്റെ ഉള്ളിൽ രൂപം കൊണ്ടിട്ടുള്ള ദാഹം ശമിപ്പിക്കാൻ സമ്പത്ത്, തെറ്റായ മാർഗങ്ങളിലൂടെ സമ്പത്തുണ്ടാക്കി. ഇതാ യേശുവിനെ ജീവിതത്തിൽ കണ്ടുമുട്ടി. യേശുവുമായിട്ടുള്ള സംഭാഷണം, ലോകത്തിൻ്റെ പ്രകാശമായി യേശുവിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ തൻ്റെ കുറവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ സക്യവോസ് ചില നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറായി. ആരുടെയെങ്കിലും സ്വത്ത് ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. എൻ്റെ സ്വത്തിൻ്റെ പകുതി ഇതാ ഞാൻ പാവങ്ങൾക്ക് കൊടുക്കുന്നു. ആ സമ്പത്തിനോടുള്ള ആ അമിതമായ ദാഹം വിട്ടുപോകുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ മനസ്സിലാക്കുക, ലൂക്കായുടെ സുവിശേഷം 12:15 നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ദാഹമുള്ളത് കൊണ്ടാണ് ഇന്ന് അനേകം മനുഷ്യർ ഏതു വിധേനയും സമ്പത്ത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. സമ്പത്ത് അതിൽ തന്നെ തിന്മയല്ലട്ടോ, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. പാപവിമുക്തമെങ്കിൽ സമ്പത്ത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ബൈബിളിൽ ഒത്തിരി സമ്പന്നരുണ്ട്. അബ്രാഹാം സമ്പന്നായിരുന്നു, ജോബ് സമ്പന്നായിരുന്നു. സമ്പത്ത് അതിൽ തന്നെ തിന്മയല്ല. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് വേണം സമ്പത്ത് നേടാൻ. പ്രഭാഷകന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം 11-ാമത്തെ വചനമാണ്. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് വേണം സമ്പത്ത് നേടാനായിട്ട്. സമ്പത്ത് കൊണ്ട് ജീവിതം ധന്യമാകുന്നില്ല. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ട്, എൻ്റെ ജീവിതം സമ്പത്ത് കൊണ്ട് ധന്യമാകുന്നില്ല. സ്നേഹമുള്ളവരെ, എൻ്റെ ഉള്ളിലും ഒരു ദാഹമുണ്ടായിരുന്നു. ഈ ദാഹം ഞാൻ അത് വളരെ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. എന്തിനു വേണ്ടിയുള്ള ദാഹമാണെന്ന് വളരെ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. ചെറുപ്പം മുതൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സമ്പത്തുണ്ടാക്കുക. അതിന് ഞാൻ സ്വീകരിച്ച തൊഴിൽ കോൺട്രാക്ട് ബിസിനസ്സായിരുന്നു. എൻ്റെ അപ്പച്ചനൊരു കോൺട്രാക്ടറായിരുന്നു. അപ്പച്ചൻ്റെ ലൈസൻസ് അല്ല എനിക്ക് ലഭിച്ചത്. ഞാനും കോൺട്രാക്ട് ബിസിനസ്സുമായിട്ട് അനേക വർഷം മുന്നേറി. എനിക്ക് ജീവിതത്തിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം, കഷ്ടപ്പെടുക, സമ്പാദിക്കുക, ജീവിതം ആസ്വദിക്കുക. എനിക്ക് ജീവിതത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് അതായിരുന്നു. ജീവിതം എന്ന് പറയുന്നത് കുറേ കഷ്ടപ്പെടുക, സമ്പാദിക്കുക, ജീവിതം ആസ്വദിക്കുക. വെറും ഭൗതികമായ ഒരു കാഴ്ചപ്പാട് എനിക്ക് ഈ ജീവിതത്തെക്കുറിച്ചുണ്ടായിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, ഞാൻ ആഗ്രഹിച്ച സമയത്തൊന്നും എനിക്ക് സമ്പത്ത് ശേഖരിക്കാനായിട്ട് സാധിച്ചില്ല. സമ്പത്ത് ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ദൈവത്തിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്ത് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് എൻ്റെ ഭൗതിക ജീവിതത്തിലും മാറ്റങ്ങളുണ്ടായത്. എൻ്റെ കോൺട്രാക്ട് ജീവിതത്തിൽ ദൈവം ഇടപെട്ടത്. ബിസിനസ് നല്ല ലാഭത്തിലായിരുന്നപ്പോഴാണ് ഞാൻ ഈ ബിസിനസ് ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തത്. എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഈ സമ്പത്തിന് വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ ഉള്ളിൽ രൂപം കൊണ്ട് ആ ദാഹം ശമിപ്പിക്കാൻ ഞാൻ കണ്ടെത്തിയ മാർഗം ഇതായിരുന്നു: കോൺട്രാക്ട് ബിസിനസ്, സമ്പത്ത് നേടുക, ജീവിതം ആസ്വദിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിച്ചപ്പോഴാണ് എനിക്ക് ഈ ജീവിതത്തിന് ഒരർത്ഥം കാണാനായിട്ട് സാധിച്ചത്.
സ്നേഹമുള്ളവരെ, ഈ കാര്യം മനസ്സിലാക്കുക. ചിലർ പേരിനും പ്രശസ്തിക്ക് വേണ്ടിയിട്ട് നെട്ടോട്ടമോടുന്നുണ്ട്, അധികാരത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്നുണ്ട്. എന്നാൽ ദൈവത്തെ കണ്ടുമുട്ടുന്നത് വരെ ഈ ഓട്ടം ഒരിക്കലും നിലയ്ക്കില്ല. ഈ ഓട്ടം ഒരിക്കലും നിലയ്ക്കില്ല. നമ്മൾ കാണുന്നുണ്ടല്ലോ, ഫ്രാൻസിസ് അസീസി വലിയ പട്ടു വ്യവസായിയുടെ ഒരു മോനായിരുന്നു, വലിയ സമ്പന്നൻ്റെ മോൻ. ഇതാ തൻ്റെ ഉള്ളിൽ രൂപം കൊണ്ട ആ ദാഹം യേശുവിനെ കണ്ടുമുട്ടിയപ്പോഴാണ് അതില്ലാതായത്. അതുപോലെ ഒത്തിരി പേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഫ്രാൻസിസ് സേവ്യർ പാരീസ് യൂണിവേഴ്സിറ്റിയിലെ തത്വശാസ്ത്ര അധ്യാപകനായിരുന്നു. ഉയർന്ന ജോലി, ഉയർന്ന ശമ്പളം. ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ ആ ജോലി ഉപേക്ഷിച്ചു. ദൈവത്തെ കണ്ടുമുട്ടുന്നവർ, ആ സ്നേഹം കൊണ്ട് നിറയുന്നവർ, ലോകത്തിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളെല്ലാം ഉച്ഛിഷ്ടമായിട്ട് അവർ തിരിച്ചറിയുന്നു. ദൈവത്തിന് വേണ്ടിയുള്ളൊരു ദാഹം, ദൈവത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ജീവന് വേണ്ടി, ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടിയുള്ളൊരു ദാഹം നമ്മുടെ ഉള്ളിലുണ്ട്. ആ ദാഹം നമ്മൾ ശമിപ്പിക്കണം. എങ്ങനെയാണ് ശമിപ്പിക്കുക? എനിക്കറിയാവുന്ന ഒരു വളരെ പ്രശസ്തനായ ഒരു വചനപ്രഘോഷകൻ, അദ്ദേഹം ദിവസത്തിൽ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ബാക്കി 2 നേരം അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണം എന്താണെന്നറിയാമോ? ഈ ദൈവവചനം അദ്ദേഹം വായിച്ച് ധ്യാനിക്കും. ഈ വചനമാണ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണം. വചനം ആത്മാവും ജീവനുമാണ്. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ജീവനുമാണത്. ഈ വചനം ഉള്ളിൽ നിറയുമ്പോൾ ദൈവാത്മാവോട് നിറയും, ദൈവിക ജീവൻ നമുക്ക് ലഭിക്കുന്നു. അതുവഴിയായിട്ട് നമ്മുടെ ദാഹം തീരുകയാണ്. അതുപോലെ തന്നെ എനിക്കറിയാവുന്നൊരു മറ്റൊരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു നേരം ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഒരു ആത്മീയ മനുഷ്യനാണ്. അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ദിവ്യകാരുണ്യ സന്നിധിയിലാണ്. ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് വചനം തന്നെയായ ദൈവത്തിൻ്റെ അപ്പാവതാരമാണ്. ആ ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ചുമ്മാ ഇരുന്നാലും മതി. ഇതാ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹവും സമാധാനവും സന്തോഷവും നിറയുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. അപ്പോസ്തല പ്രവർത്തനം 2:28 ജീവൻ്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. തൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് നമ്മെ സന്തോഷഭരിതരാക്കുന്നു. ജീവൻ്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. തൻ്റെ സാന്നിധ്യത്താൽ, ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ദൈവിക ജീവൻ ലഭിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹവും സന്തോഷം ആ വ്യക്തിയിൽ നിറയുന്നു. ജീവൻ്റെ വഴികൾ, സന്തോഷത്തിൻ്റെ വഴികൾ, സമാധാനത്തിൻ്റെ വഴികൾ, പ്രത്യാശയുടെ വഴികൾ, നിത്യജീവൻ്റെ വഴികൾ അത് ഈശോ കാണിച്ചു തരുന്നുണ്ട്. ഈശോയുടെ സന്നിധിയിലായിരിക്കുക, ഈശോയുടെ വചനം സ്വീകരിക്കുക, ഈശോയുടെ വചനം ഹൃദയത്തിൽ നിറയട്ടെ. ജെറമ്യാ പ്രവാചകൻ പറയുന്നുണ്ടല്ലോ, അങ്ങയുടെ വചനം കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് അത് സന്തോഷമായി എന്ന്. ജെറമ്യാ പ്രവാചകൻ തൻ്റെ ദാഹം ശമിപ്പിച്ചത് അങ്ങനെയാണ്. ദൈവത്തിൻ്റെ വചനം ഇഷ്ടംപോലെ ഭക്ഷിച്ചു, അത് ആനന്ദാമൃതമായി, ഹൃദയത്തിന് സന്തോഷമായി. സ്നേഹമുള്ളവരെ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ രൂപം കൊള്ളുന്ന ഈ ശൂന്യത, ഈ വിരസത നമ്മൾ നികത്തേണ്ടത് എങ്ങനെയാണ്? വിശുദ്ധ ബലി, ദൈവത്തിൻ്റെ സ്നേഹം ഒത്തിരി ചൊരിയപ്പെടുന്നതാണ്. ദൈവത്തിൻ്റെ ജീവൻ നമുക്ക് ലഭിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ ദാഹം എങ്ങനെയാണ് നമ്മളിലേക്ക് കടന്നു വന്നത്? പാപം ചെയ്ത് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ പാപം മൂലം നമുക്ക് നഷ്ടപ്പെട്ടത് ദൈവിക ജീവനാണ്. പാപത്തിൻ്റെ വേദന മരണമാണ്. റോമാലേഖനം 6:22 നമ്മൾ വായിക്കുന്നുണ്ട്, പാപത്തിൻ്റെ വേദന മരണമാണ്. പാപം ചെയ്യുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന്, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ് ആ വ്യക്തി അകന്നു പോകുന്നത്. ആ വ്യക്തിയുടെ ഉള്ളിലിതാ ഒരു ശൂന്യത, ഒരു വിരസത, ഒരു ഏകാന്തത, ഒരു അർത്ഥമില്ലായ്മ, ജീവിതത്തിന് ഒരു ലക്ഷ്യം കാണാൻ കഴിയാത്തൊരവസ്ഥ ആ വ്യക്തിക്കുണ്ടാകുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട്, ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു, ഭയങ്കര ബോറടിയാണ്. ഈ ബോറടി മാറ്റാൻ ചിലർ കുറേ നേരം ചീട്ട് കളിക്കുന്നു, സിനിമ കാണുന്നു, സീരിയൽ കാണുന്നു, ചില സുഖവാസ സ്ഥലങ്ങളിൽ പോയിട്ട് കുറച്ച് ദിവസം താമസിക്കുന്നു, ലഹരി വസ്തുക്കളുടെ പിന്നാലെ പോകുന്നു, ജഡിക പാപങ്ങളുടെ പിന്നാലെ പോകുന്നു. ആർക്കാണ് ജീവിതത്തിൽ വിരസത അനുഭവപ്പെടുന്നത്? ജീവിതത്തിൽ ഈശോയെ കണ്ടുമുട്ടാത്തവർക്ക്, ഈശോയുടെ സ്നേഹം കൊണ്ടൊന്നും അറിയാത്തവർക്ക്, അവർക്കാണ് ജീവിതത്തിൽ ശൂന്യതയും വിരസതയെല്ലാം അനുഭവപ്പെടുന്നത്. ഈശോ ലോകത്തിലേക്ക് വന്നപ്പോൾ
ഈശോ പറഞ്ഞല്ലോ, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകാനും അത് സമർത്ഥമായിട്ട് നൽകാനുമാണ്. യോഹന്നാൻ 10:10. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും അത് സമർത്ഥമായിട്ട് നൽകാനാണ്. ഈശോ ഇന്ന് നമുക്ക് ദൈവിക ജീവൻ തരുന്നുണ്ട്. എങ്ങനെയാണത്? ഈശോ വചനത്തിലൂടെ തരുന്നുണ്ട്, വിശുദ്ധ കുർബാനയിലൂടെ തരുന്നുണ്ട്, പരിശുദ്ധാത്മാവിലൂടെ തരുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുന്നവർക്ക് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ പൂരിതരാകണം. ഈ പരിശുദ്ധാത്മാവിലൂടെ ചൊരിയപ്പെടുന്ന സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയണം. വിശുദ്ധ അമ്മ ത്രേസ്യ താൻ കിടന്നിരുന്ന മുറിയിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ ഇതാണ്. സമരിയക്കാരി സ്ത്രീ ഈശോയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു ഫോട്ടോ. ബൈബിളിൽ അങ്ങനെ ഒരു ഭാഗമൊന്നും കാണുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു ഫോട്ടോ. സമരിയക്കാരി സ്ത്രീ ഈശോയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ അമ്മ ത്രേസ്യ ഈ ഫോട്ടോ കാണുമ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കും. സമരിയക്കാരി പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ ആ ജീവജലം എനിക്കും തരണമെന്ന്. അതൊരു സുഹൃത ജപമായിട്ട് മാറി. ഈശോയെ ആ ജീവജലം എനിക്കും തരണമെന്ന്. ഇതാ അനേകം ദിവസങ്ങൾ ആ പ്രാർത്ഥന തുടരുകയാണ്. ഒരു ദിവസം ഈശോയോട് ചോദിച്ചു, ഈശോയെ എൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം ഇപ്പോൾ ആത്മാവിൻ്റെ നിറവുണ്ട്, എത്രമാത്രം എൻ്റെ ഹൃദയം അങ്ങേ സ്നേഹം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഈശോ ഒരു ദർശനം നൽകി. ആ ദർശനം ഇതായിരുന്നു: വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു സ്പോഞ്ച്, വെള്ളത്താൽ കുതിർക്കപ്പെട്ടൊരു സ്പോഞ്ച്. എന്ന് വെച്ചാൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ഹൃദയം മുഴുവനും ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞു, ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞു, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോയുടെ സ്നേഹം കൊണ്ട് നമ്മൾ നിറയണം. ഈശോയുടെ സ്നേഹം നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. റോമാലേഖനം 5-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം. റോമ 5:5. പ്രത്യാശ നമ്മെ നിരാശപ്പെടുത്തുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെടുന്നു. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ, വ്യക്തിപരമായിട്ട് അത് പറയണം, എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. മാമോദീസ എന്ന കുദാശയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിലൂടെ ചൊരിയപ്പെടുന്ന സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയുമ്പോൾ ലോകത്തിലുള്ള പലതിൻ്റെയും പിന്നാലെയുള്ള ആ പരക്കം പാച്ചിൽ, ആ നെട്ടോട്ടം അന്ന് നിൽക്കാൻ തുടങ്ങും, അന്ന് നിൽക്കും. പ്രിയമുള്ളവരെ, ലോകത്തിലുള്ള ഒന്നിനും നമ്മുടെ ഹൃദയം കൊതിക്കുന്ന ആ സ്നേഹമോ സന്തോഷമോ തരാൻ സാധിക്കില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ വചനം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇത് ലോകം തരുന്ന സമാധാനമല്ല. ലോകത്തിനൊരു സമാധാനം തരാൻ സാധിക്കും, ലോകത്തിനൊരു സന്തോഷം തരാൻ സാധിക്കും. ജഡിക പാപങ്ങൾ ചെയ്യുമ്പോൾ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ, തെറ്റായ രീതിയിൽ പണം സമ്പാദിക്കുമ്പോൾ, തെറ്റായ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ ലോകം ഒരു സമാധാനവും സന്തോഷമൊക്കെ നമുക്ക് തരുന്നുണ്ട്. അത് താൽക്കാലികം, നൈമിഷികം, നിലനിൽക്കുന്നതല്ല. നിലനിൽക്കുന്ന സമാധാനവും സന്തോഷവും തരാനായിട്ട്, ജീവിതത്തിലൊരു തൃപ്തി തരാനായിട്ട് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കർത്താവിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അവിടുന്ന് സമാധാനത്തിൻ്റെ തികവിൽ കാത്തു സംരക്ഷിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാമത്തെ അധ്യായം 3-ാമത്തെ വചനമാണ്. കർത്താവിൽ ഹൃദയം ഉറപ്പിക്കണം. ജീവിതത്തിൽ കർത്താവിന് 1-ാം സ്ഥാനം കൊടുക്കണം. കർത്താവിനെ കേന്ദ്രീകരിച്ചുള്ള ജീവിതം, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണം. അവർക്കാണ് ആ സമാധാനം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്നേഹമുള്ളവരെ, ഇവിടെ സമരിയക്കാരി ചോദിച്ചതുപോലെ, ഈശോയെ ആ ജീവജലം എനിക്കും തരണമേ. ഇതൊരു സുഹൃത ജപമാക്കി നമ്മൾ മാറ്റണം. നമ്മൾ ആ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ പൂരിതരാകണം. എഫേസ്യൂസ് 5:18 നമ്മൾ വായിക്കുന്നുണ്ട്. എഫേസ്യൂസ് 5:18, വീഞ്ഞു കുടിച്ച് നിങ്ങൾ ഉന്മത്തരാകരുത്, പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ. പൂരിതരാകുവിൻ. വീഞ്ഞിൻ്റെ ലഹരി അത് കുറച്ചു നേരം മാത്രമേ നിലനിൽക്കുള്ളൂ. ആ ലഹരി കെട്ടടങ്ങുമ്പോൾ വീണ്ടും നമ്മൾ മദ്യം തേടിപ്പോകും. എനിക്കറിയാവുന്നൊരു വ്യക്തി, ഒരു മുഴുകുടിയനായിരുന്നു, ഒരു ഉദ്യോഗസ്ഥൻ, നല്ല ശമ്പളം കൈപ്പറ്റിയിരുന്നൊരു വ്യക്തിയാണ്. കിട്ടുന്ന ശമ്പളം മുഴുവനും ഈ
മദ്യത്തിന് വേണ്ടി അദ്ദേഹം ചെലവഴിക്കും. ബാറുകളിൽ കയറി ഇറങ്ങും. മദ്യപാനം അത് ആ ഒരു അവസ്ഥയിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് പല മരുന്നുകൾ കഴിച്ചു വയ്ക്കി, പല ചികിത്സകൾ ചെയ്തു. താൽക്കാലികമായിട്ടൊരാശ്വാസം, കുറേ ദിവസത്തേക്ക് മദ്യപാനം നിർത്താൻ സാധിക്കുന്നുണ്ട്. ആ വ്യക്തി ഒരു ധ്യാനത്തിൽ സംബന്ധിച്ചു, ദൈവത്തിൻ്റെ വചനം കേട്ടു, ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്ന് മദ്യപാനം നിർത്തിയ ഈ വ്യക്തി, പൂർണ്ണമായി മദ്യപാനം ഉപേക്ഷിച്ച വ്യക്തി, ഇന്ന് അനേകം മദ്യപാനികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി, മദ്യപാനികളെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന വ്യക്തിയായിട്ട് മാറി. ഈശോയുടെ സ്നേഹം കൊണ്ട് നിറഞ്ഞപ്പോഴാണ് ആ മദ്യപാന ശീലം പൂർണ്ണമായിട്ട് വിട്ടുപേക്ഷിക്കാൻ സാധിച്ചത്. ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയാത്തവരാണ് ഇന്ന് മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടി ഓടി നടക്കുന്നത്, അംഗീകാരത്തിന് വേണ്ടി, പ്രോത്സാഹനത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി ഓടി നടക്കുന്നവരെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ആ ശൂന്യത, ആ വിരസത, അത് നികത്തപ്പെടണം. അത് പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ നികത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ബോധ്യത്തിലേക്ക് നമുക്ക് വരാം. നമ്മൾ കേട്ട കാര്യങ്ങളൊന്ന് ക്രോഡീകരിക്കാം. ബ്ലെയ്സ് പാസ്കൽ എന്ന തത്വചിന്തകൻ പറഞ്ഞത്, എല്ലാ മനുഷ്യരിലും ഒരു ദാഹമുണ്ട്. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ ഹൃദയം ദൈവത്തെ തേടുന്നു, ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു. ഇത് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമാണെങ്കിൽ ദൈവത്തിന് മാത്രമേ ഈ ദാഹം ശമിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈശോയെ ജീവിതത്തിൽ കണ്ടുമുട്ടണം, ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയണം, പരിശുദ്ധാത്മാവോട് നിറയണം. അപ്പോൾ മാത്രമേ നമ്മളുടെ ഈ ദാഹം തീരുകയുള്ളൂ. പിന്നീട് ആ വ്യക്തി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയായിട്ട് മാറുന്നു. സമരിയാക്കാരിയെ നമ്മൾ പരിചയപ്പെടുന്നു, അഗസ്റ്റിനോസിനെ പരിചയപ്പെടുന്നു, അനേകം വ്യക്തികൾ നമ്മൾ പരിചയപ്പെടുന്നു. അവരെല്ലാം പിന്നീട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളായി മാറുന്നു. ഈശോയുടെ സ്നേഹം കൊണ്ട് നിറഞ്ഞ് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളായി മാറാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.